അങ്ങനെ നമ്മളെ 6-മത്തെ ദിവസത്തെ യാത്ര ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ രാവിലെ നേരത്തെയാണ് കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ പാരീസ് എന്ന് പറയുന്ന നഗരത്തോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ബെൽജിയത്തിലെ ബ്രസൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഒരു ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പാരീസും ബെൽജിയവും ആയിരുന്നു മോഹമായിട്ടുള്ള സ്ഥലങ്ങൾ. ഈ യാത്രയിലെ 2-മത്തെ സ്ഥലമായിട്ടുള്ള ബെൽജിയത്തിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ. രാവിലെ 8 മണിക്കാണ് നമുക്ക് ഫ്ലിക്സ് ബസ്സാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ബെൽജിയത്തിലെ ബ്രസൽസിലെ ഗെറേഡോ മിഡി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലാണ് നമ്മൾക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ സെയിൻറ്റ് ഓയിന്ന് ആണ് മെട്രോ ഒക്കെ പിടിച്ച് നമ്മളിപ്പോൾ ഫ്ലിക്സ് ബസ് ഉള്ളതായി ബസ് സ്റ്റാൻഡിലെത്തിയത്. ഇവിടെ ഫ്ലിക്സ് ബസ്സുകൾ മാത്രമാണ് കേട്ടോ. ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ പോകാൻ പോണത്. ഞാൻ കണ്ടില്ലേ, ബ്രസൽസ് ഗെറേഡോ മിഡി എന്ന് എഴുതിയിട്ടുള്ളത്. ഇതിലാണ് കയറേണ്ടത്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്തു. കുഞ്ഞുണ്ണിക്ക് ബാത്റൂമിലും എല്ലാവർക്കും പോകാനുള്ളതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടുന്ന് കയറുമ്പോൾ അവർ നമ്മളോട് പറഞ്ഞിരുന്നു കയറാറായപ്പോൾ ഫുഡൊന്നും അലൗഡ് അല്ല എന്നൊക്കെ. എന്താവുമെന്ന് അറിയില്ല, ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല രാവിലെ. നോക്കി നോക്കണം കയറിയിട്ട്. ഇപ്പോൾ കുറച്ച് നേരമായിട്ടോ നമ്മുടെ ബസ് അവിടുന്ന് പോന്നിട്ട്, പാരീസിൽ നിന്ന് പോന്നിട്ട് ഏകദേശം കുറച്ച് നേരമായി. അപ്പോൾ ഡ്രൈവറും വേറെ ആരും ഇല്ല, ആൾക്കാർ മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ളൂ. അപ്പം ഞങ്ങൾ പതുക്കെ ഈ പറഞ്ഞ പോലെ ബ്രെഡൊക്കെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തു സൈഡിൽ. ഏട്ടനും ഞാനും കുഞ്ഞുണ്ണിയും ഒരു സീറ്റിൽ, ഏട്ടൻ മുന്നിലത്തെ സീറ്റിലായിരുന്നു, സൈഡ് വിൻഡോ സീറ്റിൽ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ പാസ് ചെയ്തു. ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കുകയാണ് ഉണ്ടായത്. കുഞ്ഞുണിക്ക് ഞാൻ പിന്നെ അതിനനുസരിച്ച് കരുതിയായിരുന്നു താഴെയൊന്നും പോകാണ്ടിരിക്കാൻ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ പറയുന്നത് ഉള്ളിലിരുന്ന് കഴിക്കേണ്ടെന്ന് പറയാനുള്ള കാരണം. ഈ പറഞ്ഞ പോലെ നമ്മൾ ഭക്ഷണം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് സ്മെല്ല് വരും, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഉള്ളിൽ ബസ്സിൻ്റെ ഉള്ളിൽ ആകെ പോയി കഴിഞ്ഞാൽ അത് ഒക്കെ അവർക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്തായാലും അതൊക്കെ കരുതിയിട്ട്, അതിനനുസരിച്ച് കരുതിയിട്ട് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഒപ്പിച്ച് കഴിച്ചു അവിടുന്ന്.
അങ്ങനെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു എൻട്രിയാണ് ഇതാ ഈ കാണുന്ന ടോൾ എന്ന് പറയുന്നത്. ഞങ്ങളിതാ ബ്രസൽസിലേക്ക് എൻട്രി ചെയ്യാണ്. ബ്രസൽസിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു ടോളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ നമ്മൾ ബ്രസൽസിൽ ഇറങ്ങി, ഗരേഡോമിഡി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടുന്ന് നമുക്കൊരു നമ്മുടെ എയർബിഎൻബി ഉള്ള സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ട്രാമിലാണ് പോകാമെന്നാണ് ഏട്ടൻ പറഞ്ഞത്. മെട്രോയിലും എല്ലാം പോയിട്ടുണ്ടെങ്കിലും ട്രാമിലുള്ള യാത്ര ഫസ്റ്റ് ടൈമാണ്. അതെന്തായാലും ബ്രസൽസിലാവട്ടെ. ട്രാം കാണുന്നതും ഫസ്റ്റ് ടൈം തന്നെയാണ് കേട്ടോ. അതാ ട്രാം പോണു. ശരിക്കും ഒരു മെട്രോ റോട്ടിൽ പോകുന്നത് തന്നെ കുഞ്ഞു കുട്ടികൾ കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് ഞാനും ഈ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ബ്രസൽസിലെ മിഡി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലാണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് നമ്മൾ ട്രാം എടുത്തിട്ട് നമുക്ക് പോകാനുള്ള സ്റ്റേഷൻ്റെ പേര് ചർച്ചിൽ എന്നാണ്. ചർച്ചിൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് നമുക്ക് നമ്മുടെ എയർബിഎൻബി നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ട്രാമിൻ്റെ ഉള്ളിലൊക്കെ ഏകദേശം മെട്രോ പോലെ തന്നെ കേട്ടോ, നോർമൽ തന്നെയാണ്. ആകെ വ്യത്യാസം റോട്ടിലൂടെയാണ് ഈ ട്രാം പോവുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ചർച്ചിൽ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉറക്കവും ഭക്ഷണവും ഒക്കെ കുഴപ്പമില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല, നടക്കുന്നുണ്ടായിരുന്നു. വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ പ്രശ്നം ഉച്ചയായി എന്നുള്ളത് കൊണ്ട് വിശക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. നമ്മളവിടെ ബ്രസൽസിലെത്തിയപ്പോൾ ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇനി ചെന്നിട്ട് വേണം എന്തെങ്കിലും കുക്ക് ചെയ്യാൻ. അതാ ഈ കാണുന്നതാണ് നമ്മുടെ എയർബിഎൻബി കേട്ടോ. നമ്മൾ ബ്രസൽസിൽ ബുക്ക് ചെയ്ത എയർബിഎൻബി. ബാൽക്കണി ഒക്കെ ഉണ്ട്. വാവ്, എന്താ സൂപ്പർ വ്യൂ അല്ലേ. നല്ല രസമുണ്ട് കാണാൻ. ഒരു പാർക്കാണ് തോന്നുന്നു. ഇവിടുത്തെയൊക്കെ ബിൽഡിങ്സ് എന്ത് രസമാണ് കാണാൻ. നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഉള്ള പോലെ ഒരു ട്രീ അത്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇതൊരു ബാത്റൂമാണ് അല്ലേ. സൂപ്പർ റൂം, നല്ല രസമുണ്ട് റൂം. കിഡ്സ് റൂം പോലെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഒരു ബാത്റൂമാണ്. ഇവിടെ ബാത്തിങ് ഏരിയ കൂടി ഉണ്ട് കേട്ടോ. മറ്റേത് യൂറിനൽ മാത്രമായിരുന്നു തോന്നുന്നുണ്ട്. ഇത് വലിയ റൂമാണ്. എന്താല്ലേ സൂപ്പർ. ഇവിടെ ഒരാളെ എടുക്കണം എന്ന് പറഞ്ഞ വാശിയാണ്. അയ്യോ 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 അയ്യോ.
ഞങ്ങളിതാ വൈകുന്നേരം ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ട്രാം എടുത്ത് ഇവിടെ ബ്രസൽസ് കാണാൻ ഇറങ്ങിയതാണ്. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗ്രാൻഡ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ടൗൺ സ്ക്വയറിലേക്കാണ്. വാ കുഞ്ഞാ. അമ്പടാ എന്താ നോക്കുഞ്ഞുണ്ണി. ചുറ്റും ബിൽഡിങ്സ് ആണ്. അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡ് ചേർച്ചാണെന്നാണ് തോന്നുന്നത്. ബാക്കി ഫുൾ സൈഡ് പറഞ്ഞ പോലെ മ്യൂസിയം, പിന്നെ ഗവൺമെൻറ് ഓഫീസുകൾ അങ്ങനത്തെയൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. ഫുള്ളൊരു ഗോൾഡൻ ടച്ച് ഉണ്ട് അല്ലേ ബിൽഡിങ്സിനൊക്കെ. എല്ലാം ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്കാണ് വന്നിട്ടുള്ളത്. പില്ലേഴ്സുകളുടെ മുകളിലും അടിയിലും ഒക്കെ ഒരു ഗോൾഡനാണ്. ഫേസുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള. ഇവിടെ ഇന്ത്യൻ ടേസ്റ്റും ഉണ്ട്. റോയൽ ഇന്ത്യൻ ടേസ്റ്റുന്നുണ്ട്. വന്നിട്ട് ഇന്ത്യയിലത്തെ ഫുഡ് കഴിക്കണ്ടല്ലോ. അത്യാവശ്യം തണുപ്പായി തുടങ്ങി കേട്ടോ. കുറേശ്ശെ കാറ്റിനും ഒക്കെ തണുപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഫുള്ള് അടച്ചു മൂടിയിട്ടായിരുന്നു. ചെവിയും ഒക്കെ ഫുള്ള് പറഞ്ഞ പോലെ വയ്യായ വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുണ്ണിയെ നോക്കണമെങ്കിൽ തന്നെ നല്ല വാശിയാവും. അതുകൊണ്ട് അവനെയും ഫുള്ള് പുതച്ച് മൂടി സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. അങ്ങനെ ഗ്രാൻഡ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ടൗൺ സ്ക്വയറിൽ നിന്ന് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രാൻഡ് ഡേ പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിയം എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്ഥലം. നല്ല രസമുണ്ട്. അതിൻ്റെ ഒരു ഗാലറി, ആർട്ട് ഗാലറി പോലെ ഒരു ഗാലറിയാണത്. റോയൽ ഗാലറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗാലറി. ഒക്ടോബർ ആയിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഒരു ക്രിസ്മസ് വൈബിൻ്റെയൊക്കെ ഒരു വൈബ് നമുക്കിവിടെ ഫീൽ ചെയ്യും. ഫുൾ ലൈറ്റുകൾ, ക്രിസ്മസിൻ്റെ തന്നെ കണ്ടില്ലേ, ഫുൾ ബെല്ലുകളും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ആ റോയൽ ഗാലറി ഒരു ക്ലോസ്ഡ് ഏരിയ ഉണ്ട്, ഒരു ഡോമിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആ ലൈറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. അത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് എന്നുള്ളതുകൊണ്ടാണോ ക്രൗഡ് ഫീൽ ചെയ്യണേന്ന് അറിയില്ല. അവരെന്താ ചെയ്യണേ? ഐസ് സ്കേറ്റ് എന്നാ പറയുക. കുഞ്ഞുണ്ണി എന്തായാലും ഈ ഷോപ്പിൽ സ്റ്റക്കാണ്.
worship you. I worship you. You are here, turning lives around. Ci adorare, Señor. Ci adorare. 'Cause you are waymaker, miracle worker, promise keeper, light in the darkness, my God. That is who you are. Waymaker, miracle worker, promise keeper, light in the darkness. ഞങ്ങൾ തിരിച്ച് ടൗൺ സ്ക്വയറിൽ വന്നപ്പോൾ ഇവിടെ ഒരു കൺസേർട്ട് നടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. ചുറ്റും ആൾക്കാർ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ആ റോയൽ ഗാലറിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴേക്കും ഈ ടൗൺ സ്ക്വയറിൻ്റെ ആ ഒരു ഭാവം തന്നെ മാറിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഗോൾഡൻ ഷെയ്ഡാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ വന്നപ്പോഴേക്കും അടിപൊളിയായി. അതിൻ്റെ ആ ഒരു ഓറ തന്നെ മാറി. കുറേ ഏരിയ ഉണ്ട് ടൗൺ സ്ക്വയറിൻ്റെ ഉള്ളിൽ, അതുകൊണ്ട് തന്നെ നമുക്ക് ക്രൗഡ് ഫീൽ ചെയ്യില്ല റോയൽ ഗാലറിയുടെ ഉള്ളിലുള്ള പോലെ. ബെൽജിയത്ത് വന്നിട്ട് ബെൽജിയം വേഫിൾ കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ? അപ്പോൾ അതിനായിട്ടുള്ള യാത്രയാണ് ഇപ്പോൾ. ബെൽജിയം വേഫിളിന് ഏറ്റവും അടിപൊളി വേഫിൾ ഫാക്ടറിയിലാണെന്നാണ് അറിഞ്ഞത്. അതാണ് വേഫിൾ ഫാക്ടറി. വേഫിൾ ഫാക്ടറിയുടെ ഉള്ളിൽ കയറി നോക്കുന്നത്. കുറേ ടൈപ്പ് വേഫിളുകളുണ്ട് കേട്ടോ, പക്ഷേ എക്സ്പെൻസീവാണ്. നമുക്ക് ഇന്ത്യൻ റുപ്പീക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നല്ല എക്സ്പെൻസീവാണ്. നമുക്ക് ചെറിയ വേഫിളിൽ നിന്ന് അത്യാവശ്യം നല്ല ക്യാഷ് ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഒരു കഞ്ചാവിൻ്റെ കടയാണ്. ഇവിടെയൊക്കെ അതിൽ നമുക്ക് ഓപ്പണായിട്ട് വിൽക്കുന്നത് തന്നെ കാണാം. അത് ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി. നമ്മുടെ നാട്ടിലുള്ള പോലെയല്ലല്ലോ. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ വേഫിൾ ഫാക്ടറിയിൽ നമ്മൾ പറഞ്ഞ വേഫിൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരു വേഫിൾ കിട്ടുന്ന സ്ഥലത്ത് പോവാമെന്ന് വിചാരിച്ചു. 2 numbers of order waffle number 3. 2. 11 euro. Okay. Merci. C'est bon. You speak French, you speak Dutch? Dutch. Oui. French. फोटो खींचो खतरनाक. अपने तो इसमें स्ट्रॉबेरी तो नहीं आई. स्ट्रॉबेरी का तो दस वो तो उसमें दिख रहा है मुझे. नहीं बोलोगे. दान वेफल. ഇതിനെ ഇത് We can see. ഇതാണ് ബ്രസൽസിലെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സിംബൽ. ഇതാണ് മാനിക്വിൻ പ്ലസ് എന്നാണ് ഇതിൻ്റെ പേര്. സംഭവം നല്ല രസമാണ്. ഒരു കുഞ്ഞു കുട്ടി ഒരു പിസ് ചെയ്യണതായിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ്. ആളെ തന്നെയല്ലേ നോക്കിയിട്ട് മതി കെട്ടിപ്പിടിക്കാൻ. അമ്മുനെ ഏകദേശം ഒരു 1.5 years കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമായിരുന്നു നേരത്തെ. എന്തായാലും ബ്രസൽസിലെ ഫസ്റ്റ് ഡേ അടിപൊളി.